കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങളുടെ മാരുതി, എൻ്റെ മാരുതി ഒമിനിയാണ്. ഇപ്പോൾ കാണിച്ചു തരാം. 2022 എടുത്തത്. ഒരാൾ ആക്സിഡൻ്റ് ആയി, പിന്നെ ടോട്ടൽ ലോസ് ആയിരുന്നു, പിന്നെ അത് പണിഞ്ഞെടുത്തു. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഫ്രണ്ട് പോർഷൻ. ഒക്കെ മോഡിഫൈ ചെയ്ത് ഇറക്കിയതാട്ടോ. ഇപ്പം കുറച്ച് ദിവസമായിട്ടുള്ളൂ മോഡിഫൈ ചെയ്തിട്ട് ഇറക്കിയിട്ട്. ഓക്കെ, ഇവിടെ പുതിയ സ്റ്റിക്കറൊക്കെ മേടിച്ചിട്ടുണ്ട്. പാട്ടൊരുക്കാവ് അമ്മ. ഇത് വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിൻ്റെ ദേവിയുടെ പേരാണ്, കാക്കനാട് ചന്തുവിൻ്റെ ചായക്കട. ഓക്കെ, ഇനി സൈഡിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ വീൽ ക്യാബ് മാറ്റിയുണ്ട്. ടയർ കഴിഞ്ഞ ദിവസം പഞ്ചറായി, ഇപ്പോൾ റെഡിയാക്കി തോന്നും. ഓക്കെ, ബാക്കിലോട്ട് വരികയാണെങ്കിൽ ഫുൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട്. ഗൈസ്, ഫുൾ സ്റ്റിക്കറാണ്. മാരുതി ഇതൊന്നും മാറ്റിയിട്ടില്ല. മേളിൽ ഒരു എക്സ്ട്രാ ഇത് വെച്ചിട്ടുണ്ട്, ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞ ദിവസം പണിഞ്ഞെടുത്താണ്. അപ്പോൾ നമുക്ക് ഇൻറ്റീരിയൽ നോക്കാം. തുറക്കുന്നില്ല. ഒരു മിനിറ്റ്, ഒന്നും തുറക്കാതെ തുറക്കുന്നില്ല. ലോക്കാന്ന് തോന്നുന്നു. ഓക്കെ, ബാക്ക് ഡോർ തുറന്നിരിക്കുകയാണ്. ഇത് ബാക്കിലോട്ട് വരുവാണെങ്കിൽ എത്രത്തോളം ലെഗ് സ്പേസ് നമുക്ക് ഒരുപാട് കയറി കാണിച്ചു തരാം. ഇവിടെ ഇരിക്കാൻ പറ്റും. ഇവിടെ കയറിയിരിക്കാം, പുറത്തോട്ട് ചാടാം. ഓക്കെ, ഇവിടെ നമുക്ക് കയറിയിരിക്കാം. പിന്നെ അടിയിൽ 2 സ്പീക്കർ വരുന്നുണ്ട്. പഴയതാണ്, അത് മാറ്റണം. പിന്നെ ഈ ലൈറ്റ് എപ്പോഴും വർക്കിംഗ് കാണണം. ഒരു ആക്സിഡൻ്റ് ആയിട്ട് ഒരു ലൈറ്റിനൊന്നും പറ്റിയിട്ടില്ല, സ്റ്റിൽ വർക്കിംഗ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കസ്റ്റമൈസ്ഡ് ഫാൻ വെച്ചിട്ടുണ്ട്. ഇത് AC ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഫാനായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, രണ്ടായിട്ട് ഉപയോഗിക്കാം. ഒരു കസ്റ്റമൈസ്ഡ് AC. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് ബാക്ക് സീറ്റിൽ നിന്നുള്ളത്. ഇനി നമുക്ക് പാസഞ്ചർ സീറ്റിലോട്ട് പോവാം. ഫ്രണ്ടിലത്തെ പാസഞ്ചർ സീറ്റിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. ഒരാളവിടെ കുപ്പിയും പിടിച്ച് ഓടി വേണ്ടി, അത് മൈൻഡാക്കണ്ട. ഓക്കെ, പാസഞ്ചർ ഡോർ അടയ്ക്കട്ടെ. കുപ്പിയും കാര്യങ്ങളും നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ പാസഞ്ചർ സീറ്റിലോട്ട് വരുവാണെങ്കിൽ ഇവിടെ ഇങ്ങനെ കയറിയിരിക്കാം. ഓക്കെ, അവിടെ സ്പീക്കർ വരുന്നുണ്ട്. അവിടെ AC കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ. പിന്നെ ഇത് പറശ്ശിനി പോയപ്പോൾ പഠിച്ചാണ്, പറശ്ശിനിക്കടവിൽ പോയപ്പോൾ ഇവിടെ ഒരു AC വരുന്നുണ്ട്. പിന്നെ ഡാഷ് കീ വേണം, സോറി ഡാഷ്. പിന്നെ ഗിയർ ബോക്സ് അത് തന്നെയാണ്, മാറ്റിയിട്ടൊന്നുമില്ല. ഗിയർ ബോക്സ് അത് തന്നെയാണ്. പിന്നെ ഇലക്ട്രിക് പമ്പ് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് പാസഞ്ചർ സീറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് നേരെ ഡ്രൈവിംഗ് സീറ്റിലോട്ട് പോവാം. ഈ വണ്ടി 2028 മോഡലാണ്, 22 മോഡൽ. കയറിക്കഴിഞ്ഞാൽ ഫുൾ ചേഞ്ചുകൾ. ഇപ്പോൾ ഡോറും കാര്യങ്ങളൊക്കെ തുറക്കാൻ നമുക്ക് നൈസായിട്ട് ഉള്ളിൽ കയറാം. ഓക്കെ, വീണേനെ. ഓക്കെ, അപ്പോൾ ഇത്രയും കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത് ഈ ഒരു വണ്ടി ആയതാണ്. കാരണം ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ള ഈ വണ്ടി എടുക്കുന്നതാണ്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ അടുത്ത വീഡിയോ എൻ്റെ സ്വിഫ്റ്റിൻ്റെ ഫുൾ ഡീറ്റെയിലിംഗ് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ഫുൾ ഇൻറ്റീരിയർ കാണിക്കുന്നതായിരിക്കും സ്വിഫ്റ്റിൻ്റെ. ഓക്കെ,
സ്റ്റിയറിങ് മാറ്റിയുള്ള ഇപ്പോഴും സാധാരണ സ്റ്റിയറിങ്ങിനാണ്. പവർ സ്റ്റിയറിങ് വെക്കുന്നില്ല, ഇത് തന്നെ മതി. അടിയിലോട്ടിലാണെങ്കിൽ ക്ലച്ച്, ബ്രേക്ക്, ആക്സിലേറ്റർ ആൻഡ് ബ്രേക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒന്നുമില്ല. പിന്നെ ലബ് ഇത് ഞാനിപ്പോൾ എപ്പോഴും ഇവിടെ തൂക്കിക്കൊണ്ടിട്ടുള്ളതാണ് പണി. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ചാടാം. നേരെ നമുക്ക് എടുത്ത് ചാടാം. ഈ വണ്ടി മൊത്തം പണിയാൻ നമുക്ക് 50,000 രൂപ ചിലവായി. ഓരോ വൈപ്പർ പോയി ഇന്ത്യാന ഓരോ അവസ്ഥ. ഓക്കെ നമ്മുടെ ഓമിനിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.